ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈറ ലേണിംഗ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് UGC നെറ്റ് ജനറൽ പേപ്പറിലെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന യൂണിറ്റ് ആണ്. നമുക്കറിയാം, ഹയർ എഡ്യൂക്കേഷന്റെ ഒരു ഭാഗമാണ് നമ്മളെല്ലാവരും, അല്ലെ? എന്താണ് ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യമാണ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ, വാല്യൂ എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നിങ്ങനെ പല ടൈപ്പ് എഡ്യൂക്കേഷണൽ പ്രോസസ് നമ്മൾക്ക് പരിചിതമാണ്. ഇവയെ പറ്റിയൊക്കെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ എന്താണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം. ഹയർ എഡ്യൂക്കേഷൻ ഈസ് ദി ഫൈനൽ സ്റ്റേജ് ഓഫ് ഫോർമൽ ലേണിംഗ് that occurs after completion of secondary education. നമുക്കറിയാം, അല്ലെ? നമുക്കെല്ലാവർക്കും പരിചിതമാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. നമ്മളുടെ +2 നിലവാരത്തിലുള്ള സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന ഫോർമൽ ലേണിംഗ് ആണ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഫോർമൽ ലേണിംഗ് ആണ് ഹയർ എഡ്യൂക്കേഷൻ. And it is the final stage of formal learning. Higher education എന്ന് പറയുന്നത് ഫോർമൽ ലേണിംഗിന്റെ ഫൈനൽ സ്റ്റേജ് കൂടിയാണ് എന്ന് ഓർക്കുക. ഇന്ത്യക്ക്, അതായത് നമ്മളുടെ ഭാരതത്തിന് വളരെ ഒരുപാട് കാലത്തെ പാരമ്പര്യമുണ്ട് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ. വേദിക് എഡ്യൂക്കേഷൻ, ഗുരുകുല എഡ്യൂക്കേഷൻ ഒക്കെ നമുക്ക് ഫെമിലിയർ ആണ്. ചെറിയ ക്ലാസ്സുകൾ മുതൽക്ക് തന്നെ നമ്മൾ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ഒക്കെ പരിചയപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ വർഷങ്ങൾ നീണ്ട ഒരു എഡ്യൂക്കേഷണൽ ട്രഡീഷന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൾച്ചർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ ആക്ട്സ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഇപ്പൊ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയി ഇന്ത്യയിൽ വന്നിട്ടുള്ള ആക്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഹിസ്റ്ററി പഠിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ 10ാം ക്ലാസ് വരെയുള്ള ഇതിൽ നമ്മൾ എഡ്യൂക്കേഷണൽ ആക്ടുകളെ നമുക്ക് ഫെമിലിയർ അല്ല. പക്ഷെ വിവിധ മേഖലകളിൽ വന്നിട്ടുള്ള ആക്ടുകൾ നമുക്ക് ഫെമിലിയർ ആണ്. അതായത് ബ്രിട്ടീഷ് റൂളിംഗ് ഇവിടെ ഉണ്ടായിരുന്ന കാലം മുതൽക്ക് തന്നെയാണ് വിവിധ ഏരിയയിലുള്ള ആക്ടുകൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സിമിലർ ആയിട്ട് തന്നെ നമ്മളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടുകളും ഫസ്റ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷ് റൂളിംഗ് കാലത്താണ്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷണൽ ആക്ട്സ് ഇൻ ഇന്ത്യയെ നമുക്ക് 2 സ്റ്റേജസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ്, എഡ്യൂക്കേഷൻ ആക്ട്സ് ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള കാലത്തെ എഡ്യൂക്കേഷണൽ ആക്ട്. ആൻഡ് സെക്കൻഡ് ഈസ് എഡ്യൂക്കേഷൻ ആക്ട്സ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള എഡ്യൂക്കേഷൻ ആക്ടുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഇത്തരം ആക്ടുകളെ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ക്ലാസ് ആണ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡ് എന്നുള്ളതാണ്. അതായത് എഡ്യൂക്കേഷണൽ ആക്ട് ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. നമുക്ക് കുറച്ചധികം ആക്ടുകൾ പഠിക്കാനുണ്ട്, അവരുടെ റെക്കമെൻഡേഷൻ പഠിക്കാനുണ്ട്. പരീക്ഷയ്ക്ക്, നെറ്റ് പരീക്ഷയ്ക്ക് തുടർച്ചയായി ഈ ഒരു മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കടന്നു വരികയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും റെക്കമെൻഡേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അത്തരം ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. നമുക്ക് എഡ്യൂക്കേഷൻ ആക്ട് ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡ് ഏതൊക്കെയാണ് എന്ന് ഒന്ന് നോക്കാം. സ്ക്രീനിൽ നിങ്ങൾക്കൊരു ടേബിൾ കാണുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ആക്ട് കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് കോളത്തിൽ ഇയർ, ആൻഡ് തേർഡ് കോളത്തിൽ റെക്കമെൻഡേഷൻ ഓഫ് റിസൾട്ട് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി ഓരോന്നും ഒന്ന് ഫെമിലിയർ ആവാം. ഫസ്റ്റ് വൺ ഈസ് ചാർട്ടർ ആക്ട്. ചാർട്ടർ ആക്ട്, ഇയർ ഓഫ് ദി ചാർട്ടർ ആക്ട് ഈസ് 1813. 1813 ചാർട്ടർ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. The act incorporated the principle of promoting knowledge and modern science in the country. അപ്പം
ഇന്ത്യയിൽ ആദ്യമായി മോഡേൺ സയൻസ് അതേപോലെ തന്നെ നോളജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, അത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആക്ട് വരുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആക്ട് ആണ് ചാർട്ടർ ആക്ട് 1813 ചാർട്ടർ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട റിസൾട്ട് എന്തായിരുന്നു? പ്രൊമോട്ടിംഗ് നോളജ് ആൻഡ് മോഡേൺ സയൻസ് ഇൻ ദി കൺട്രി. നമുക്ക് സയൻസ് ട്രഡീഷൻ നമുക്ക് ഉണ്ടായിരുന്നു അല്ലെ? ഏതൊക്കെയാണ്? മെഡിസിൻ, അസ്ട്രോണമി, മാത്തമാറ്റിക്സ്, ഇതൊക്കെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രഡീഷൻ ഓൾറെഡി എക്സിസ്റ്റ് ഇൻ കൺട്രി. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ സയൻസ്. അപ്പൊ മോഡേൺ സയൻസ് എപ്പോഴും വെസ്റ്റേൺ കൾച്ചറിന്റെ ഭാഗമാണ്, വെസ്റ്റേൺ ട്രഡീഷൻ ഓഫ് നോളജിന്റെ ഭാഗമാണ്. അത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ആക്ട് ആണ് ചാർട്ടർ ആക്ട്. ഓക്കെ, അപ്പം ആസ് ദ റിസൾട്ട് ഓഫ് ചാർട്ടർ ആക്ട്, രാജാറാം മോഹൻ റോയ് എസ്റ്റാബ്ലിഷ്ഡ് കൽക്കത്ത കോളേജ് ഇൻ 1817. 1817 രാജാറാം മോഹൻ റോയ് കൽക്കത്ത കോളേജ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. രാജാറാം മോഹൻ റോയ് ആണ്. ദിസ് ഇസ് ദി ഫസ്റ്റ് കോളേജ് ഇമ്പാർട്ടിംഗ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ വെസ്റ്റേൺ ഹ്യൂമാനിറ്റീസ് ആൻഡ് സയൻസ്. ഓക്കെ, അപ്പൊ രാജാറാം മോഹൻ റോയ് 1817 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കൽക്കത്ത കോളേജ് ആണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ വെസ്റ്റേൺ ഹ്യൂമാനിറ്റീസ് ആൻഡ് സയൻസ്. നമുക്ക് ഒരു ഇന്ത്യൻ ഹ്യൂമാനിറ്റീസ് അതുപോലെ ഇന്ത്യൻ സയൻസ് ട്രഡീഷൻ പാരമ്പര്യമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി വെസ്റ്റേൺ കൾച്ചറിനെ, വെസ്റ്റേൺ എഡ്യൂക്കേഷനൊക്കെ ഇമ്പാർട്ട് ചെയ്തിട്ടുള്ള കോളേജ് ആണ് 1817. വെസ്റ്റേൺ ഹ്യൂമാനിറ്റീസിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കോളേജ് ആണ് 1817 രാജാറാം മോഹൻ റോയ് സെറ്റപ്പ് ചെയ്തിട്ടുള്ള കൽക്കത്ത കോളേജ്. ഓക്കെ, ഇത് കൂടാതെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓൾസോ സെറ്റപ്പ് ഇൻ 3 സാൻസ്ക്രിറ്റ് കോളേജസ് അറ്റ് കൽക്കത്ത, ഡൽഹി ആൻഡ് ആഗ്ര. ഈ ചാർട്ടർ ആക്ടിന്റെ റിസൾട്ട് ആയിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് 3 സാൻസ്ക്രിറ്റ് കോളേജ്. സാൻസ്ക്രിറ്റ് കോളേജിന്റെ ഒരു നെസസിറ്റി എന്താ ഇവിടെ? അപ്പൊ അത് നമ്മളൊന്ന് തിങ്ക് ചെയ്യണം അല്ലെ. സാൻസ്ക്രിറ്റ് കോളേജ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു ഹയർ എഡ്യൂക്കേഷനിലേക്ക് ഇന്ത്യൻ സൊസൈറ്റിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ വിദ്യാഭ്യാസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വേദിക് കൾച്ചർ ഒക്കെ നമ്മൾ ഫെമിലിയർ ആകുന്നത് സാൻസ്ക്രിറ്റ് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പം അതനുസരിച്ച് സാൻസ്ക്രിറ്റ് കോളേജുകൾ രൂപീകരിക്കുകയും അവിടെ വെസ്റ്റേൺ സബ്ജക്റ്റുകൾ എസ്പെഷ്യലി വെസ്റ്റേൺ ഹ്യൂമാനിറ്റീസ് ആൻഡ് മോഡേൺ സയൻസ് പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ബ്രിട്ടീഷ് ബ്രെയിൻ, ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു ബുദ്ധിയുടെ ഭാഗമായിരുന്നു. അങ്ങനെയാണ് ചാർട്ടർ ആക്ടിന്റെ റിസൾട്ട് അനുസരിച്ച് പ്രധാനമായും 4 കോളേജുകൾ സെറ്റപ്പ് ചെയ്തു. ഏതൊക്കെയാണ്? 1817 കൽക്കത്ത കോളേജ്, അത് രാജാറാം മോഹൻ റോയ് ആണ്. രണ്ടാമത്തേത് 3 സാൻസ്ക്രിറ്റ് കോളേജുകൾ. എവിടെയൊക്കെയാണ്? കൽക്കത്ത, ഡൽഹി ആൻഡ് ആഗ്ര. ഇത്രയും കാര്യമാണ് ചാർട്ടർ ആക്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. നെക്സ്റ്റ് ഈസ് എൽഫിൻസ്റ്റോൺ റിപ്പോർട്ട്. എൽഫിൻസ്റ്റോൺ റിപ്പോർട്ടിന്റെ വർഷം എന്ന് പറയുന്നത് 1823 ആണ്. Okay, Elphinstone report. According to this report, Elphinstone Institution was set up in Bombay. Elphinstone institutions ഇവിടെ നമ്മളുടെ കൺട്രിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയാണ്. ഫസ്റ്റ് വൺ ഈസ് ബോംബെയിലാണ്. ഇൻ 1834 തന്നെ 1834 വരുന്നത്. ആൻഡ് which is marked the beginning of the higher education in India. അപ്പം എൽഫിൻസ്റ്റോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ബ്രിട്ടീഷ് കൾച്ചർ ഓർ ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾച്ചർ. അപ്പം നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷണൽ സിസ്റ്റം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇന്ത്യൻ കൾച്ചർ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. പക്ഷെ അതിൽ നിന്നും മാറി എൽഫിൻസ്റ്റോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ബോംബെയിൽ വരുമ്പോൾ ഫുള്ളി ബ്രിട്ടീഷ് കൾച്ചർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ട്രഡീഷനെ ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ സെറ്റപ്പ് ചെയ്യുകയായിരുന്നു. ഓൾസോ the report recommended the appointment of district examination officers, school supervisors and training to teachers. അപ്പം എൽഫിൻസ്റ്റോൺ റിപ്പോർട്ടിന്റെ അനുസരിച്ച് ഡിസ്ട്രിക്ട് എക്സാമിനേഷൻ ഓഫീസേഴ്സ്, അതേപോലെ തന്നെ സ്കൂൾ സൂപ്പർവൈസേഴ്സ്
ട്രെയിനിങ് ടു ടീച്ചേഴ്സ്, ഇവയെല്ലാം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇതുവരെ അത്തരത്തിലൊരു സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ നിന്നും മാറി ഡിസ്ട്രിക്ട് എക്സാമിനേഷൻ ഓഫീസേഴ്സ്, സ്കൂൾ സൂപ്പർവൈസേഴ്സ്, ട്രെയിനിങ് ടു ടീച്ചേഴ്സ്, ഈ കാറ്റഗറിയിലെല്ലാം ട്രെയിനിങ്ങും അതേപോലെ തന്നെ ജോബ് മറ്റും കൊടുക്കണമെന്ന് എൽഫിൻസ്റ്റോൺ റിപ്പോർട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മെക്കാളേസ് മിനിറ്റ്സ്. ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. നമ്മളുടെ PSC പരീക്ഷ, അതേപോലെ SSC UPSC പരീക്ഷകളിലെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന, ഇന്ത്യൻ ഹിസ്റ്ററി ബേസ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് മെക്കാളേ മിനിറ്റ്സ് എന്ന് പറയുന്നത്. മെക്കാളേ മിനിറ്റ്സിന്റെ വർഷം എന്ന് പറയുന്നത് 1835 ആണ്. ഓക്കെ, അപ്പം മെയിൻ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് എന്താ? ഇംഗ്ലീഷ് ഈസ് ദി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇംഗ്ലീഷ് ഈസ് ദി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. അപ്പം മെക്കാളേ മിനിറ്റ്സിന്റെ മെയിൻ റെക്കമെൻഡേഷൻ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണം, ഇംഗ്ലീഷ് ഈസ് ദി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെ. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലാംഗ്വേജ് ആണ്. ഇവിടെ നമ്മളുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. അവർക്ക് കുറച്ചുകൂടി ഈസി ആകുന്നതിന് വേണ്ടി ഇംഗ്ലീഷിനെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആക്കുകയാണ് മെക്കാളേ മിനിറ്റ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് മെക്കാളേ ഓൾസോ, മെക്കാളയുടെ ഒരു കൺസെപ്റ്റ്, ലോർഡ് മെക്കാളേ എന്ന് പറയുന്ന നമ്മുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ, അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആണ് സുപ്പീരിയർ ആയിട്ടുള്ളത്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ലേണിംഗ് എന്ന് പറയുന്നത് വെരി ഇൻഫീരിയർ ആണ് എന്നുള്ളതാണ്. ലോർഡ് മെക്കാളേ ഹാഡ് ദി വ്യൂ that Indian learning was very inferior to British education system. അപ്പൊ യൂറോപ്യൻ ലേണിംഗ് ആണ് കുറച്ചുകൂടി സുപ്പീരിയർ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഭരിക്കുന്ന സ്ഥലത്ത് അത്തരം സുപ്പീരിയോറിറ്റി കൊണ്ടുവരണമെങ്കിൽ യൂറോപ്യൻ ലേണിംഗ് ഫോളോ ചെയ്യണം. അതിനെന്ത് വേണം? ഫസ്റ്റ് കാര്യം എന്നുള്ളതെങ്കിൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആക്കണം എന്നുള്ളതാണ് പറയുന്നത്. സോ അതുവഴി എന്തായിരുന്നു ലോർഡ് മെക്കാളേ ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ട്രഡീഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡീസിനെ നമ്മൾ ഓറിയന്റൽ സ്റ്റഡീസ് എന്ന് പറയും അല്ലെ. നിങ്ങൾക്ക് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഓറിയന്റൽ ലേണിംഗ് പഠിക്കുന്നുണ്ട്. ഓറിയന്റൽ ലേണിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ട്രഡീഷന്റെ ഭാഗമായിട്ടുള്ള സ്റ്റഡീസിനെയാണ്. അപ്പൊ ഈ ഓറിയന്റൽ സ്റ്റഡീസിനെ റെസിസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ടാണ് ലോർഡ് മെക്കാളേ മിനിറ്റ്സിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതനുസരിച്ച് 1837 ഇംഗ്ലീഷ് ആസ് കോർട്ട് ലാംഗ്വേജ്, അപ്പൊ ഇംഗ്ലീഷിനെ കോർട്ട് ലാംഗ്വേജ് ആക്കി മാറ്റി. അപ്പൊ ആദ്യം ഇംഗ്ലീഷ് കോർട്ട് ലാംഗ്വേജ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഇസ് ദി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആക്കി മാറ്റിയത് മെക്കാളേ മിനിറ്റ്സ് ആണ് എന്ന് ഓർക്കുക. ആൻഡ് പ്രൊമോട്ട് യൂറോപ്യൻ ലിറ്ററേച്ചർ ആൻഡ് സയൻസ് എമംഗ് സ്റ്റുഡൻസ്. അപ്പം നമ്മളുടെ ലിറ്ററേച്ചറും മറ്റു കാര്യങ്ങളും അല്ല പഠിക്കേണ്ടത്, യൂറോപ്യൻ ലിറ്ററേച്ചർ ആണ് ഇവിടെ പഠിക്കേണ്ടത് എന്നും മെക്കാളേ മിനിറ്റ്സിൽ പറയുന്നുണ്ട്. അപ്പൊ മെക്കാളേ മിനിറ്റ്സിന്റെ ഇയർ ഓർക്കുക, അതിന്റെ റെക്കമെൻഡേഷൻ എന്താണ് എന്ന് നോക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വുഡ്സ് ഡെസ്പാച്ച്. ഇയർ ഓഫ് ദി വുഡ്സ് ഡെസ്പാച്ച് ഈസ് 1854. ഓക്കെ, and it is known as Magna Carta of English Education in India. ഒരുപാട് തവണ നെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചു വന്നാണ് മെക്കാളേ മിനിറ്റ്സും വുഡ്സ് ഡെസ്പാച്ചും. രണ്ടും മാറിപ്പോവാതിരുന്ന് പഠിക്കുക. വുഡ്സ് ഡെസ്പാച്ച് എന്നുള്ളത് 1854 വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ചാൾസ് വുഡ് ആണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. It is considered as the Magna Carta of English Education in India. From English Education in India, Magna Carta of English Education in India എന്ന് പറയുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ്. എന്തുകൊണ്ടാണ്? കാരണം മെക്കാളേ മിനിറ്റ്സ് ഇംഗ്ലീഷ് ഇസ് ദി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് വുഡ്സ് ഡെസ്പാച്ച് ആണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? It is the first comprehensive plan for spreading of education in India. First comprehensive plan for spreading of education in India. അപ്പോൾ വുഡ്സ് ഡെസ്പാച്ച് ആണ്
ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ എങ്ങനെ സ്പ്രെഡ് ചെയ്യണം എന്നുള്ളതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ. So it is known as Magna Carta of English Education in India. As the result of Wood's dispatch, in 1857, universities of Calcutta, Bombay, and Madras were set up. Later, Department of Education were set up in all provinces. From 1854 Wood's dispatch വരുന്നു. As the result of Wood's dispatch, 1857 കൽക്കത്ത യൂണിവേഴ്സിറ്റി, ബോംബെ യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി, ഇത് മൂന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇന്ത്യൻ മാപ്പ് ഒന്ന് ആലോചിക്കുക. കൽക്കത്ത, ബോംബെ, മദ്രാസ്, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ ബ്രിട്ടീഷ് റൂളിങ്ങിന്റെ ഭാഗത്തെ വളരെ വെൽ നോൺ പ്ലേസസ് ആയിരുന്നു കൽക്കത്ത, ബോംബെ, മദ്രാസ് തുടങ്ങിയവയൊക്കെ. അതുകൊണ്ട് തന്നെ ഇവിടെയെല്ലാം യൂണിവേഴ്സിറ്റീസ് സ്ഥാപിക്കുകയും അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാ പ്രവിശ്യകളിലും എല്ലാ പ്രൊവിൻസുകളിലും രൂപം കൊടുക്കുകയും ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് വുഡ്സ് ഡെസ്പാച്ച് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഹണ്ടർ കമ്മീഷൻ. ഇയർ ഓഫ് ദി ഹണ്ടർ കമ്മീഷൻ ഈസ് 1882. British government appointed a commission under the chairmanship of W. Hunter to review the progress of education since 1854. By 1854 വുഡ്സ് ഡെസ്പാച്ച് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയായിരുന്നു അതിന്റെ ഒരു റിവ്യൂ നടത്തുന്നതിന് വേണ്ടി രൂപം കൊടുത്തിട്ടുള്ള കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മാറിപ്പോവരുത്. അപ്പം ഇതെല്ലാം വളരെ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ വുഡ്സ് ഡെസ്പാച്ചിന്റെ റിവ്യൂ റിപ്പോർട്ടാണ് 1882 ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഹണ്ടർ കമ്മീഷൻ recommended the responsibility for primary education must be given to local and municipal boards. അപ്പം പ്രൈമറി എഡ്യൂക്കേഷൻ തൽക്കാലം നമ്മളുടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നേരിട്ടുള്ള റൂളിങ്ങിൽ നിന്നും മാറി ലോക്കൽ ആൻഡ് മുനിസിപ്പൽ ബോർഡിന് കൊടുക്കുക എന്നുള്ളതാണ് ഹണ്ടർ കമ്മീഷന്റെ മെയിൻ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. It also recommended grants in aid for promoting private participation in secondary education. അപ്പം സെക്കൻഡറി എഡ്യൂക്കേഷനിൽ ഒരു പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൊടുക്കാനും അതേപോലെ തന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ അതിന്റെ റൂളിങ്ങും അഡ്മിനിസ്ട്രേഷനും മറ്റും ലോക്കൽ ആൻഡ് മുനിസിപ്പൽ ബോർഡിന് കൊടുക്കാനും റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് ഓർക്കാം. The commission emphasized for female education, especially outside the presidency town. ഫീമെയിൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു തിങ്കിങ് വരുന്നത് ഹണ്ടർ കമ്മീഷനോടെയാണ്. ഇപ്പൊ പ്രസിഡൻസി ടൗണിന് അപ്പുറത്തേക്ക് ഫീമെയിൽ എഡ്യൂക്കേഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഹണ്ടർ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഓർത്തു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട്. ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള നെറ്റ് പരീക്ഷകൾ ഐ തിങ്ക് 2022 or 23 നടന്നിട്ടുള്ള നെറ്റ് പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ടിന് റിലേറ്റഡ് ആയിട്ടാണ്. ഇപ്പൊ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് 1904 ഓക്കെ, 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് വന്നിട്ടുള്ളത്. റേലേ കമ്മീഷൻ ആണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന്റെ കണ്ടീഷൻ എന്താണ് എന്നുള്ള ഒരു സജഷൻ മെത്തേഡിന് വേണ്ടിയിട്ട് രൂപം കൊടുത്തിട്ടുള്ളതാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് എന്നുള്ളത്. അപ്പം ഇറ്റ് സജസ്റ്റ് ടു മെഷേഴ്സ് ദി ഇംപ്രൂവ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വർക്കിംഗ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ. ഇപ്പൊ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് എന്ന് പറയുന്ന ഇതിനു മുന്നേ 1904 നടന്നിട്ടുള്ള അതിന് മുന്നേ നടന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ആക്ടുകളൊക്കെ നമുക്ക് ഇവിടെ കുറേയധികം കോളേജുകൾ കുറേയധികം യൂണിവേഴ്സിറ്റീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം യൂണിവേഴ്സിറ്റീസിനെ മറ്റുമുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട്. The commission precluded from reporting on primary or secondary education. Based on its recommendation, Indian Universities Act was passed in 1904. But 1904 Indian Universities Act pass ചെയ്യുന്നത്. Universities were to give more attention to research and the number of fellows of a university and their period of office were reduced and most fellows were to be nominated by the British government.
ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് 1902 വന്ന റെയിൽവേ കമ്മീഷന്റെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് വന്ന ആക്ട് ആണ്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റീസ് എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്? റിസർച്ചിലേക്ക് ഫോക്കസ് ചെയ്യണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, 1904 എന്ന് പറയുമ്പോഴേക്ക് ഇവിടെ ഒരു വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൾച്ചർ സ്റ്റാർട്ട് ചെയ്തതിന് ഏതാണ്ട് ഒരു 50 ഇയേഴ്സ് ആകുന്നു. ഒരു 50 വർഷം പഴക്കം ഇവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് വരുന്നു. അതിനുശേഷം അപ്പൊ ഈ 50 വർഷത്തെ ഒരു പഴക്കം വരുമ്പോഴത്തേക്ക് നമുക്കൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ പാസ്സായിട്ടുണ്ട്. അതിന് റിലേറ്റഡ് ആയി ഇവിടെയുള്ള റിസർച്ചിലേക്ക് കടക്കാം എന്നുള്ളതാണ്. അങ്ങനെ റിസർച്ചിലേക്ക് കടക്കുമ്പം അവിടെ ഒരു കണ്ടീഷൻ അവർ പറയുന്നുണ്ടാണ്. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എന്താണ്? The most of the research fellows were to be nominated by British government. ബ്രിട്ടീഷ് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെ റിസർച്ച് ചെയ്യാനുള്ള പവർ ഉള്ളൂ. അപ്പം ഫുൾ ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ വരുന്നത് മൊത്തം ബ്രിട്ടീഷ് ആൾക്കാരാണ് എന്നുള്ളതാണ്. അപ്പം ഇന്ത്യൻ ആൾക്കാരെ തന്നെ ബ്രിട്ടീഷ് അനുകൂലമായിട്ടുള്ള ആൾക്കാരെ മാത്രമേ ബ്രിട്ടീഷുകാർ റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ. അത്തരക്കാർ മാത്രം ഇവിടെ റിസർച്ച് ചെയ്ത് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിച്ചാൽ മതി എന്നുള്ളതാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ടിന്റെ റിസൾട്ട് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം. നെക്സ്റ്റ് വൺ ഈസ് സാഡ്ലർ കമ്മീഷൻ. സാഡ്ലർ കമ്മീഷൻ ഇയർ എന്ന് പറയുന്നത് 1970 to 1919 ആണ്. The commission was set up to study and report the problem of Calcutta University. ഓർത്തു വെക്കുക, മാച്ച് ദ ഫോളോയിങ് ടൈപ്പിൽ ചോദിച്ചിട്ടുണ്ട്. കൽക്കത്ത യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഏതാണ് എന്നുള്ളത്. അപ്പൊ കൽക്കത്ത യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഏതാണ്? സാഡ്ലർ കമ്മീഷൻ. ഓക്കെ, കൽക്കത്ത യൂണിവേഴ്സിറ്റി കമ്മീഷൻ സാഡ്ലർ കമ്മീഷൻ ആണ്. അപ്പം സാഡ്ലർ കമ്മീഷൻ കൽക്കത്ത യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്നു. ആൻഡ് ഇത് റെക്കമെൻഡേഷൻ വേർ അപ്ലിക്കബിൾ മോർ ഓർ ലെസ് ടു അതർ യൂണിവേഴ്സിറ്റീസ്. കൽക്കത്ത യൂണിവേഴ്സിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അപ്പൊ കൽക്കത്ത യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് സാഡ്ലർ കമ്മീഷൻ. The Salar Commission was recommended for the improvement of university education. Improvement of secondary education was a necessity precondition. അപ്പം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ആകണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആ ബസ് കിട്ടണമെങ്കിൽ ബസ്സിന്റെ സമയത്ത് നമ്മൾ ഇറങ്ങണം അല്ലെ? അതിനു മുന്നേ നമ്മളുടെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യണം. അതേപോലെ തന്നെയാണ് സാഡ്ലർ കമ്മീഷൻ പറയുന്നത്. എന്താ? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൂടി അവിടെ ഇംപ്രൂവ് ആക്കണം എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? നല്ല സെക്കൻഡറി എഡ്യൂക്കേഷൻ കിട്ടിയാലേ നല്ല യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻസ് ഉണ്ടാവുകയുള്ളൂ എന്നതാണ് സാഡ്ലർ കമ്മീഷൻ പറയുന്നത്. And a separate board should be set up for the administration and control of secondary and intermediate education. സെക്കൻഡറി ഇന്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ ഒക്കെ ഒരു സെപ്പറേറ്റ് ബോർഡ് രൂപം കൊടുക്കണമെന്നും സാഡ്ലർ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഡയറക്റ്റ് റൂളിൽ നിന്ന് നേരത്തെ തന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ മാറിയിട്ടുണ്ട് അല്ലെ? അതേതാ? ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് തന്നെ പ്രൈമറി എഡ്യൂക്കേഷന്റെ അഡ്മിനിസ്ട്രേഷൻ ആർക്ക് മാറി? ലോക്കൽ ആൻഡ് മുനിസിപ്പൽ കൗൺസിൽസ് അല്ലെങ്കിൽ ആ ബോർഡിന് മാറി. അപ്പൊ സാഡ്ലർ കമ്മീഷൻ 1917 വരുമ്പോൾ അവര് റെക്കമെൻഡ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് സെക്കൻഡറി ആൻഡ് ഇന്റർമീഡിയറ്റ് എഡ്യൂക്കേഷന്റെ അഡ്മിനിസ്ട്രേഷനും അതിന്റെ കൺട്രോളും ഒക്കെ മറ്റൊരു ബോർഡിലേക്ക് മാറ്റണം എന്നുള്ളതാണ്. അപ്പം ഡയറക്റ്റ് ആയിട്ട് ബ്രിട്ടീഷ് റൂളിംഗിൽ നിന്നും ഇത് മാറുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, 1917. And the commission recommended that female education should be based on scientific and technological education, and teachers training included those for professional and vocational college should be extended. അപ്പോൾ ഇവിടെ ഒരു 3 കണ്ടീഷൻസ് കൂടി അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഫീമെയിൽ എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ എഡ്യൂക്കേഷനിലേക്ക് കൂടി എലിവേറ്റ് ചെയ്യണം എന്നുള്ളത് പറയുന്നു. അപ്പം സാധാരണ നമ്മുടെ ഹ്യൂമാനിറ്റീസ് സ്റ്റഡീസ് മാത്രമല്ല ഫീമെയിൽ പഠിക്കേണ്ടത്, സ്ത്രീകൾക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷനും അതേപോലെ സയന്റിഫിക് എഡ്യൂക്കേഷനും പഠിക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ എന്താ? ടീച്ചേഴ്സ് ട്രെയിനിങ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൊക്കേഷണൽ കോളേജുകൾ എക്സ്റ്റെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആൻഡ് വൊക്കേഷണൽ കോളേജുകളുടെ എസ്റ്റാബ്ലിഷ്മെന്റിന് കൂടി സാഡ്ലർ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് ഓർക്കാം. നെക്സ്റ്റ് ഈസ് എഡ്യൂക്കേഷൻ അണ്ടർ ഡയാർക്കി.
എഡ്യൂക്കേഷൻ ആൻഡ് ഡയാർക്കി എന്ന് പറയുമ്പോൾ അതിന് മുന്നേ വന്നിട്ടുള്ള മൊണ്ടേഗു-ചെംസ്ഫോർഡ് ആക്ട് 1990-ലാണ്. അതനുസരിച്ചാണ് അണ്ടർ മൊണ്ടേഗു-ചെംസ്ഫോർഡ് റീഫോം എഡ്യൂക്കേഷൻ വാസ് ഷിഫ്റ്റഡ് ടു പ്രൊവിൻഷ്യൽ മിനിസ്ട്രീസ് ആൻഡ് ദ ഗവൺമെന്റ് സ്റ്റോപ്ഡ് ടേക്കിംഗ് ഡയറക്റ്റ് ഇൻട്രസ്റ്റ് ഇൻ എഡ്യൂക്കേഷണൽ മാറ്റേഴ്സ്. അപ്പോൾ 1990 വന്നിട്ടുള്ള മൊണ്ടേഗു-ചെംസ്ഫോർഡ് റീഫോം അനുസരിച്ച് ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് എഡ്യൂക്കേഷണൽ മാറ്റേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പൊ എഡ്യൂക്കേഷന് പ്രൊവിഷണൽ മിനിസ്ട്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രൊവിഷണൽ മിനിസ്ട്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഗ്രാൻസ് സ്റ്റോപ്പ് ചെയ്യുന്നു. 1902 മുതൽ കൊടുത്തു വന്നിരുന്ന എഡ്യൂക്കേഷണൽ ഗ്രാൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്നു. എഡ്യൂക്കേഷൻ വാസ് ഷിഫ്റ്റഡ് ടു പ്രൊവിഷണൽ മിനിസ്ട്രീസ് ആൻഡ് ദ വെരി ഇമ്പോർട്ടന്റ് ഈസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് KET. അപ്പൊ നമ്മൾ ഈ ഒരു ഹയർ എഡ്യൂക്കേഷന്റെ ഭാഗമായി പഠിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് KET എന്ന് പറയുന്നത്, അല്ലെ? എന്താണ് KET? നെറ്റ് പരീക്ഷയ്ക്ക് പലപ്പോഴും ഇതിന്റെ അബ്രിവേഷൻ ആയിട്ടൊക്കെ KET ചോദിച്ചിട്ടുണ്ട്. എന്താണ് KET എന്നുള്ളത്? സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. KET എന്ന് പറയുമ്പോൾ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പൊ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെൻട്രൽ അഡ്വൈസറി ബോർഡ് വേണമെന്ന ആലോചന വരുന്നത് നമ്മളുടെ ഇൻഡിപെൻഡൻസിന് മുന്നേ ആണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ഒരു ഐഡിയ ഫസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നത് സാലർ കമ്മീഷൻ ആണ്, കൽക്കത്ത യൂണിവേഴ്സിറ്റി കമ്മീഷൻ ആണ്. വിച്ച് ഫെൽറ്റ് that the government of India could perform an invaluable function by defining the general aims of educational policy. Educational പോളിസികളെ മറ്റും മോണിറ്റർ ചെയ്യുന്നതിന് ഒരു എഡ്യൂക്കേഷൻ ബോർഡ്, സെൻട്രൽ അഡ്വൈസറി ബോർഡ് വേണമെന്ന് കൽക്കത്ത കമ്മീഷൻ വരുന്നു. അതിനനുസരിച്ച് എഡ്യൂക്കേഷൻ അണ്ടർ ഡയാർക്കിയുടെ ഭാഗമായി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് KET വരുന്നു, അല്ലെ? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് KET എന്നാണ് ഇയർ എന്ന് പറയുമ്പോൾ 1920-ലാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് KET വരുന്നത്. Okay, and first established in 1920 and then dissolved in 1923. 1920-ൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, പക്ഷെ 3 വർഷം കഴിയുമ്പോൾ അത് ഡിസോൾവ് ചെയ്യുന്നു as a measure of economy, and then it is revived in 1935. ഈ 3 വർഷങ്ങളൊക്കെ എവിടെയൊക്കെയാണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് KET, സെൻട്രൽ അഡ്വൈസറി ബോർഡ്, 1920-ൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, 23-ൽ ഡിസോൾവ് ചെയ്യുന്നു, 35-ൽ റിവൈവ് ചെയ്യുന്നു എന്നുള്ളതും കൂടി ഓർക്കുക. ഓക്കെ, ആൻഡ് എക്സിസ്റ്റൻസ് ഇപ്പോഴും എക്സിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഹർത്തോഗ് കമ്മിറ്റി. ഹർത്തോഗ് കമ്മിറ്റിയുടെ ഇയർ എന്ന് പറയുന്നത് 1929 ആണ്. The committee emphasized on primary education and recommended to divert average students to vocational courses after 8th standard. അപ്പം ഹർത്തോഗ് കമ്മിറ്റി എംഫസൈസ് ചെയ്തിട്ടുള്ളത് പ്രൈമറി എഡ്യൂക്കേഷനിലാണ്. മെയിൻ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡൈവേർട്ട് സ്റ്റുഡന്റ് ടു വൊക്കേഷണൽ കോഴ്സസ് ആഫ്റ്റർ 8th സ്റ്റാൻഡേർഡ്. 8ാം ക്ലാസ്സിന് ശേഷം കുട്ടികൾക്ക്, ആവറേജ് സ്റ്റുഡൻസ് ആയിട്ടുള്ള കുട്ടികൾ വൊക്കേഷണൽ കോഴ്സുകൾ പഠിക്കട്ടെ എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ വന്നത് ഹർത്തോഗ് കമ്മിറ്റിയുടെ ഭാഗമാണ്. നെക്സ്റ്റ് ഈസ് വുഡ് ആൻഡ് അബോട്ട് റിപ്പോർട്ട്. വുഡ് ആൻഡ് അബോട്ട് റിപ്പോർട്ട് എന്നുള്ളത്. ഇപ്പൊ വുഡ് ആൻഡ് അബോട്ട് റിപ്പോർട്ട് വരുന്നത് എപ്പോഴാണ്? 1937-ലാണ്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ 1935-ല് റിവൈവ് ചെയ്തു. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് based on the KET meeting. Albert, Abbott and Wood were invited to advise the government on certain problems related educational reorganization. ഇപ്പൊ എഡ്യൂക്കേഷണൽ റീഓർഗനൈസേഷനുമായി വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് വുഡ് ആൻഡ് അബോട്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതനുസരിച്ച് in 1937 the Abbott-Wood report proposed that at university level English should be the medium of instruction and recommended polytechnic education and establishment of vocational teacher training college. അപ്പൊ വുഡ് ആൻഡ് അബോട്ട് റിപ്പോർട്ടിന് അനുസരിച്ച് എങ്ങനെയാണ് വരുന്നത്? സെൻട്രൽ അഡ്വൈസറി ബോർഡ് KET റിവൈവ് ചെയ്തു 1935-ല്. യൂണിവേഴ്സിറ്റി ലെവലിൽ ഇംഗ്ലീഷ് മസ്റ്റ് ബി ദി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ
ആൻഡ് പോളിടെക്നിക് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പൊ ഇതിനു മുന്നേ വൊക്കേഷണൽ സ്കൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. റിലേറ്റ് ചെയ്ത് പോളിടെക്നിക് എഡ്യൂക്കേഷൻ, പോളിടെക്നിക് കോളേജിന്റെ എഡ്യൂക്കേഷൻ തന്നെ പോളിടെക്നിക് കോളേജുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതേപോലെ തന്നെ വൊക്കേഷണൽ ടീച്ചർ ട്രെയിനിങ് കോളേജസും വുഡ് ആൻഡ് അബോട്ട് റിപ്പോർട്ട് അനുസരിച്ചാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മാറിപ്പോവരുത്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ആദ്യം തൊട്ടിട്ട് നമുക്ക് പ്രൈമറി എഡ്യൂക്കേഷനെ മാറ്റുന്നു, സെക്കൻഡറി എഡ്യൂക്കേഷനെ മാറ്റുന്നു. അപ്പൊ സെക്കൻഡറി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടാണ് നമ്മുടെ വൊക്കേഷണൽ കോളേജ് സ്കൂളുകൾ വരുന്നത്. വൊക്കേഷണൽ സ്കൂളുകൾ വരുമ്പോൾ അതനുസരിച്ചുള്ള ടീച്ചർ ട്രെയിനിങ് സിസ്റ്റം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് വരുന്നു. അങ്ങനെയാണ് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വാർഡ സ്കീം. വാർഡ സ്കീം 1937. വാർഡ സ്കീം നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും അല്ലെ? വാർഡ സ്കീം വരുന്നത് ആരുടെയാണ്? വാർഡ സ്കീം അനുസരിച്ച് വരുന്നത് ഗാന്ധിജിയുടെ വിഷനാണ്. ഓക്കെ, ബേസ്ഡ് ഓൺ ഗാന്ധിജീസ് ഐഡിയ വാർഡ സ്കീം. അപ്പൊ ഗാന്ധിജിയാണ് ഫസ്റ്റ് വാർഡ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം 1937 കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ് ഓൺ എഡ്യൂക്കേഷൻ, കോൺഗ്രസിന്റെ ഒരു കോൺഗ്രസ് സമ്മേളനം നടക്കുകയാണ്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഒരു സമ്മേളനം നടക്കുകയാണ്. എന്താണ് ബേസ് ചെയ്തിട്ട്? വാർധയിലാണ് നടക്കുന്നത്. വാർധ എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നിട്ടുള്ളത്. എന്താണ് മെയിൻ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്? നാഷണൽ കോൺഫറൻസ് ഓൺ എഡ്യൂക്കേഷൻ. ഇപ്പൊ നാഷണൽ കോൺഫറൻസ് ഓൺ എഡ്യൂക്കേഷന്റെ ഭാഗമായി നടന്നിട്ടുള്ള നാഷണൽ കോൺഗ്രസിന്റെ കോൺഫറൻസിനനുസരിച്ചാണ് വാർഡ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. In 1937, Gandhiji proposed a new education system which is known as Wardha Scheme of Basic National Education. ഇപ്പോൾ വാർഡ സ്കീമിന്റെ അനദർ നെയിം എന്ന് പറയുന്നത് എന്താ? ബേസിക് നാഷണൽ എഡ്യൂക്കേഷൻ സ്കീം. ബേസിക് നാഷണൽ എഡ്യൂക്കേഷൻ സ്കീം ഓർത്തു വെക്കുക. And Wardha scheme emphasized the importance of manual work and handicraft in education. അപ്പൊ ഇതുവരെ ടെക്നിക്കൽ എഡ്യൂക്കേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗാന്ധിജി പറഞ്ഞത് മാനുവൽ വർക്ക്, അതായത് മനുഷ്യരുടെ വർക്ക്, അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ്സും മറ്റു കാര്യങ്ങളും ഒക്കെ എഡ്യൂക്കേഷനിൽ നമ്മൾ പരിചയപ്പെടാം. ടെക്നോളജിക്കൽ മാത്രമല്ല, മനുഷ്യർക്ക് കൂടി പ്രവർത്തിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എഡ്യൂക്കേഷന്റെ ഭാഗമായി ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഫോർ എഡ്യൂക്കേഷൻ ടു ബി ഇമ്പാർട്ടഡ് ഇൻ ദി മദർ ടങ്. മദർ ടങ്ങിലാണ്, മാതൃഭാഷയിലാണ് എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യേണ്ടത് എന്നും വാർഡ സ്കീമിൽ ഗാന്ധിജി പറയുന്നുണ്ട്. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഷുഡ് ബി കമ്പൽസറി ഫോർ ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ ഏജ് ഓഫ് 7 and 14. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നും വാർഡ സ്കീം പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഷുഡ് ബി ഇമ്പോർട്ടന്റ് ഇൻ ദി മദർ ടങ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. Education should be centered about product work, and the main principle under the education is learning through activities. അപ്പോൾ പ്രൊഡക്റ്റീവ് വർക്ക് ബേസ് ചെയ്തിട്ടാണ് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ലേണിംഗ് ത്രൂ ആക്ടിവിറ്റീസ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ എംപവർ ചെയ്യേണ്ടത് എന്നും വാർഡ സ്കീമിൽ പറയുന്നുണ്ട്. The Wardha scheme was a major step forward in the development of the education in India. It helped to lay the foundation for a more democratic and egalitarian education system എന്നുള്ളതാണ്. അപ്പം ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷന്റെ ഒരു രീതി വരുന്നത് വാർഡ സ്കീം വഴിയാണ്. And related to that, in 1938, the committee was set up under the chairmanship of Dr. Zakir Hussain to implement the recommendation of the Wardha scheme. അപ്പൊ വാർഡ സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ചെയർമാൻ ആരായിരുന്നു? സക്കീർ ഹുസൈൻ ആയിരുന്നു എന്നുള്ളത് കൂടി ഓർക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് എഡ്യൂക്കേഷൻ ആക്ട് ബിഫോർ ദി പ്രീ ഇൻഡിപെൻഡൻസ് ഈസ് സർജന്റ് പ്ലാൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ 1944. Sargent plan was worked out by the Central Advisory Board of Education in 1944. 1944 കേബിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് സർജന്റ് പ്ലാൻ ഓഫ് എഡ്യൂക്കേഷൻ വരുന്നത്. The recommendations are pre-primary education for 3 to 6 ages. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കാം. Pre യൂണിവേഴ്സൽ ആൻഡ് കമ്പൽസറി എലിമെന്ററി എഡ്യൂക്കേഷൻ ഫോർ 6 to 11.
6 to 11 ഇയേഴ്സിലുള്ള കുട്ടികൾക്ക് ഫ്രീ യൂണിവേഴ്സൽ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ കൊടുക്കാം. എ യൂണിവേഴ്സിറ്റി കോഴ്സ് ഓഫ് 3 years ആഫ്റ്റർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു 3 വർഷത്തെ യൂണിവേഴ്സിറ്റി കോഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാം. And 2 type of high schools was established. One is technical and vocational, and other is academic. According to Sargent plan of education, a separate department of education was established at the center, which is the UGC. And 1945 UGC പോലെയുള്ള ഒരു സെപ്പറേറ്റ് പ്ലാൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് സർജന്റ് പ്ലാൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ്, അവരുടെ റെക്കമെൻഡേഷൻ ആണ്. അപ്പം ഇത്രയും ആക്ടുകളാണ് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റിനൗഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ആക്ടുകളായിരുന്നു. ഈ ആക്ടുകൾ നെറ്റ് പരീക്ഷയ്ക്ക് മാച്ച് ദ ഫോളോയിങ് ടൈപ്പിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ റെക്കമെൻഡേഷൻസിനെ സെലക്ട് ചെയ്ത് എഴുതുക എന്ന ടൈപ്പിൽ ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇയറൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓരോന്നും പരസ്പരം കണക്ട് ചെയ്തിട്ടാണ്. ഇപ്പൊ നമ്മളൊരു വീട് പണിയുമ്പം എങ്ങനെയാണ്, ആദ്യം തറ കെട്ടും, ആദ്യം അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും, അതിനൊരു തറ കെട്ടും. നമുക്കൊരു വീട് എന്ന കൺസെപ്റ്റ് ഉണ്ട്. ഇവിടെയുള്ള കൺസെപ്റ്റ് എന്താണ്? ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അപ്പൊ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്കിവിടെ എഡ്യൂക്കേഷനെ ഇംപ്ലിമെന്റ് ചെയ്യണം. എഡ്യൂക്കേഷനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള പല പ്ലാനുകൾ വരുന്നു. അപ്പൊ എഡ്യൂക്കേഷനെ പിന്നെ കാറ്റഗറൈസ് ചെയ്യുന്നു. പ്രൈമറി, സെക്കൻഡറി, യൂണിവേഴ്സിറ്റി. അതിന് യൂണിവേഴ്സിറ്റി കോളേജുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പൊ അവയെ പറ്റിയിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. പ്രൈമറി എഡ്യൂക്കേഷനെ വേറെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ കൊടുക്കുന്നു. ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷനെ തന്നെ വീണ്ടും കാറ്റഗറൈസ് ചെയ്യുന്നു. വൊക്കേഷണൽ സ്കൂളുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതിനുശേഷം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ ഡെവലപ്മെന്റ് നടത്തുന്നു. ഇവയെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നു. ഈ ഓർഗനൈസേഷനും മറ്റും ബ്രിട്ടീഷ് റൂളിംഗ് സിസ്റ്റത്തെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തെ ഫോളോ ചെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ട് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൾച്ചർ ഇവിടെ എഡ്യൂക്കേഷനെ ഡെവലപ്പ് ചെയ്യാനാണ് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഇവയെല്ലാം തുടങ്ങിയിട്ടുള്ളത്. അതനുസരിച്ച് നമുക്ക് കേബ് എന്ന് പറയുന്ന സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഇവിടെ രൂപം കൊള്ളുന്നു. അതേപോലെ തന്നെ UGC പോലെ ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ രൂപം കൊടുക്കണം. അതനുസരിച്ച് UGCയുടെ ഒരു പ്ലാൻ 1945 തന്നെ ഇവിടെ ഉണ്ടാകുന്നു. ഇവയെല്ലാം തന്നെ ആണ് നമ്മളുടെ എഡ്യൂക്കേഷണൽ ആക്ട്സ് ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ നടന്നിട്ടുള്ളത്. വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് 1-2 മണിക്കൂറുകൾ ചെലവിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ വളരെ ക്യാച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. എല്ലാവരും കൃത്യമായി തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.